ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്യാസ് സ്റ്റൗ അപകടങ്ങളിൽ നിന്നും എങ്ങനെ നമുക്ക് സുരക്ഷിതരാകാം? പറയുന്നത് അത്ര വലിയ പുതിയ കാര്യമൊന്നും അല്ല എങ്കിലും ഇത്തരം കാര്യങ്ങളുടെ അശ്രദ്ധ മൂലം നമ്മുടെ നാടുകളിൽ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അറിയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ഒരു നല്ല കാര്യമല്ലേ? അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്കിത് ഷെയർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. തുടർന്നുള്ള എല്ലാ വീഡിയോകളും ഫോളോ ചെയ്യുക. ഒന്നാമതായി നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, സിലിണ്ടർ വീടിനകത്ത് വെക്കുന്നവരുണ്ട്, പുറത്ത് വെക്കുന്നവരുണ്ട്. എവിടെയായാലും ഇത് പാചകം കഴിഞ്ഞാൽ രാത്രി നിർബന്ധമായും എല്ലാവരും ഓഫാക്കണം. ഓരോ പാചകം കഴിയുമ്പോഴും എപ്പോഴും ഓഫ് ചെയ്യേണ്ടതില്ല. അത് റെഗുലേറ്ററിൻ്റെ നോബ്, ആ സ്വിച്ചിനെ ബാധിക്കും. അത് സ്വിച്ച് കേടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ പാചകവും കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത് സിലിണ്ടർ റെഗുലേറ്റർ ഓഫാക്കിയെന്ന് ഉറപ്പാക്കാം. താഴോട്ട് തിരിച്ച് ഓഫ് ചെയ്യാം, മേലോട്ട് തിരിച്ച് ഓണാക്കാം. ഇനി ഒരു അപകട സാധ്യതയുള്ളത്, നമ്മൾ പാചകം കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ വസ്ത്രമോ കൈയോ തട്ടി അല്ലെങ്കിൽ വല്ല പാത്രങ്ങളോ മുട്ടി ഗ്യാസ് സ്റ്റൗവിൻ്റെ നോബ് തനിയെ ഓണാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാലും പിന്നെ ബാക്കിയുള്ള സമയം അടുക്കളയിൽ ഗ്യാസ് സ്പ്രെഡ് ആവാനും അത് വലിയൊരു ദുരന്തത്തിനും കാരണമാകും. അത് ഒഴിവാക്കാൻ നാം എല്ലാ ദിവസവും മറക്കാതെ പാചകം കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് പോരുമ്പോൾ സ്റ്റൗവ് ഓഫാണോ എന്നൊന്ന് ഉറപ്പാക്കി പോരാൻ ശ്രദ്ധിക്കുക. അത് വീട്ടിലുള്ള എല്ലാവരെയും നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. സ്റ്റൗ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും ആ കാര്യത്തിൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ ഇനി അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വീട്ടിലോ അടുക്കളയിലോ ഗ്യാസ് സ്മെൽ അനുഭവപ്പെട്ടാൽ പരമാവധി ലൈറ്റ് സ്വിച്ചുകൾ ഇടാതിരിക്കുക. സ്പാർക്ക് ഉണ്ടാക്കുന്ന മറ്റൊന്നും തന്നെ ചെയ്യാതിരിക്കുക. പരമാവധി വാതിലുകളും ജനലുകളും തുറന്ന് മണിക്കൂറോളം ഗ്യാസ് പുറത്തേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കുക. യാതൊരു കാരണവശാലും ഭയമല്ല, ധൈര്യമാണ് നമുക്ക് വേണ്ടത്. പേടിച്ച് അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. ധൈര്യപൂർവ്വം ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക.